ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ മസാലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടത് വഴുതനങ്ങ 4 ആക്കി ഇങ്ങനെ പൊളിച്ചെടുത്താൽ കേട്ടോ. ഒന്ന് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകിയെടുത്താണ്. നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു 4-5 അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നിലക്കടല കുറച്ച് 1 സ്പൂൺ വറുത്ത് വെച്ചിട്ടുണ്ട്. 2 ഏലക്ക, ഒരിത്തിരി തേങ്ങ കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം 2 ഗ്രാമ്പു, ഒരു 4-5 വെളുത്തുള്ളി അല്ലി, ചെറിയ പട്ട, പെരിഞ്ചീരകവും സാജീരകവും കൂടെയാണ് കേട്ടോ ഇത്. അതിലോട്ട് കുറച്ച് മല്ലി, ഒരു 1/2 സ്പൂൺ മല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം കസകസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിലോട്ട് ഇങ്ങനെ ഒരു 3 ചെറിയ സവോള ഞാനിങ്ങനെ സ്റ്റൗവിൽ വെച്ച് ഇങ്ങനെ കാച്ചിയെടുത്തതാണ് കേട്ടോ. നമ്മൾ അടുപ്പുണ്ടെങ്കിൽ അടുപ്പിൻ്റെ തീയിൽ കനലിലിട്ടിട്ടൊന്ന് ഇങ്ങനെ ചുട്ടെടുക്കാം. നമുക്കിതും കൂടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ മസാല അരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ വഴുതനയും നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയിലൊക്കെ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഇതിവിടെ ഈ ആന്ധ്രയിലൊക്കെ ഗുത്തി ഒങ്കായി എന്ന് പറയും കേട്ടോ. ഇത് ഫേമസ് ആണ്, ഇവിടുത്തെ സ്പെഷ്യലാണ്. നമ്മൾ ഇവിടുത്തെ എല്ലാ സദ്യകൾക്കും എല്ലാറ്റിലും ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ് കേട്ടോ ഈ ഐറ്റം. നമ്മൾക്കിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു 1/2 മുറി നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടെ ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് പുളി ഒഴിച്ചെടുത്താൽ കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കിയിട്ട് പോരെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ചൊക്കെ ഒന്ന് വരട്ടെ. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ കറി ഇവിടെ നന്നായി വറ്റി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിനുള്ള വെള്ളമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില തൂവി സ്റ്റവ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഡിഷൊന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് ബൈ.